ഹലോ അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഞാനല്ല ഉണ്ടാക്കണത്, ഇമ്മ തലച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷം ഇമ്മ ഒരു 200 ഗ്രാം മുഴം ചീരുള്ളി ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് ആ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് നമ്മുടെ കുട്ടൻ്റെ ഇറച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാക്ക പറഞ്ഞ മഞ്ഞളും ഉപ്പും പച്ചമുളകും മാത്രം ഇട്ട് വേവിച്ചെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പച്ചമുളക് പിന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഉള്ളി കുറച്ചധികം മുരിഞ്ഞ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇമ്മ തലച്ചോറും ഒരു കോഴിമുട്ട ഇമ്മ ചേർത്തിട്ടുള്ളൂ. ഞാനൊക്കെ 3-4 മുട്ട ചേർക്കലുണ്ട്. മുട്ട ചേർത്ത ഇമ്മ അറിയും കൂടുതൽ മുട്ട ചേർത്താൽ മുട്ടൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പം മുട്ട ഏറ്റവും കുറച്ച് ചേർക്കുക എന്നാണ് ഇമ്മ പറയൽ. ഇത് കുട്ടൻ്റെ തലച്ചോറാണ്. അപ്പോൾ ഇമ്മ അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു കോഴിമുട്ടയും തലച്ചോറും കൂടി നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഒഴിച്ച് കഴിച്ച് 2 മിനിറ്റ് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഇമ്മ അത് മൂടിയിട്ടിട്ടോ. അപ്പോൾ അത് നമ്മൾ ഇറച്ചി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വിസിലിട്ട് കൊടുത്ത് അതൊരു 3-4 വിസിൽ അടിച്ചോട്ടെ. ഇത് ഇപ്പോൾ ഇളക്കിയതിൻ്റെ ശേഷം മൂടി വെച്ച് കൊടുത്താൽ അത് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് കൊടുക്കുകയാണ്. ഇനി അത് കംപ്ലീറ്റ് നമ്മൾ ഈ മീനൊക്കെ മറിച്ചിടൂലേ, അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് 5 മിനിറ്റ് പിന്നെ കൂടുതൽ സമയമൊന്നും മൂടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഭാഗം വെന്തതാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ശേഷം അത് എടുത്തുകാണ്ട് ഇപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പും എരിവും കറക്റ്റാന്ന് നോക്കി. അതിന് ശേഷം അത് നമുക്ക് ഇനി മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചുകാണ്ട് മുരിച്ചെടുക്കുക. അപ്പോൾ എണ്ണ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മുരിച്ചെടുക്കുക. ഇനി മുരിയാതെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയിട്ട് എടുക്കട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളെ ഇറച്ചി ഇവിടെ നല്ല ഒരു 2-3 വിസിൽ വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ വെള്ളം, ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ചെയ്യുക. ഞാൻ എന്താ ചെയ്തു വെച്ചാൽ അത് കടലക്കറി നാളെ വെക്കണ കടലക്കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറി വെക്കാൻ വിചാരിച്ചിട്ട് കടല വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ടാക്കി. നമ്മൾ രാവിലെ നമ്മളെ ഇതിനനുസരിച്ച് മാറിയതാണ്. അപ്പോൾ ആ കടല ഞാൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ആവശ്യമില്ല, നമുക്ക് നാളെ രാവിലേക്കൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഈ കടല വെന്തതിന് ശേഷമായിട്ടാണ് ഞാൻ ഇതിലേക്ക് അത് ഒഴിച്ച് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമുക്കത് ഒഴിച്ച് കൊടുത്തുകൊണ്ടായാലും കടലക്കറി വേവിച്ചെടുക്കാം. അതിന് ഒരു പ്രത്യേകിച്ച് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു കടലൻ്റെ ഇത് തളിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലിട്ട് കൊടുക്കുക. ഒരു 3-4 വിസിൽ. നമ്മൾ ചില കടലക്ക് പല വേവാണ്. അപ്പോൾ ആ വേവിനനുസരിച്ച് വേണം നിങ്ങളെ ഇത് വിസിലടുപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകറിയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറച്ചി കൊടുന്നപ്പോൾ കാക്ക അത് ഇറച്ചി വെക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇറച്ചിക്ക് മീൻ കറിയും കൂടിയും ചേരുവില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 2 കർമ്മത്തി കൊടുന്നുകാണ്ട് കഷ്ണം മുറിച്ച് തീമച്ചതാണ്. കുറച്ച് കട്ടിക്ക് തന്നെയാണ് മുറിച്ചിട്ടുള്ളത്, നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന പോലെയുള്ള കട്ടിക്ക്. അപ്പോൾ അതൊന്ന് വിസിലെടുത്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ചൊരു മുരിങ്ങൻ്റെ ഇല എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇറച്ചി കൊണ്ടുവരുന്നതിന് മുന്നേ എടുത്തിട്ടാണ്. കുറച്ചൊന്ന് മീൻ കറി ഉണ്ട്, 2 വിധത്തിൽ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇല താളിച്ചതും കൂടി ആവാന്നുള്ള നിലക്കാണ് അത് എടുത്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് കാക്ക ഇറച്ചി കൊടുന്നതും തലച്ചോറ് കൊടുന്നതും. അപ്പോൾ കാക്കാക്ക് എങ്ങനെ വെച്ചാൽ കൊണ്ടുവന്നാൽ എന്ത് വെറൈറ്റി ഉണ്ടാക്കിയാലും വേണ്ടിയില്ല, എന്തുണ്ടാക്കിയാലും വേണ്ടിയില്ല. ഈ സാധാരണ ഒരു മത്തിയാണെങ്കിലും വേണ്ടിയില്ല, കൊടുന്ന മീൻ അപ്പോൾ റെഡി ആക്കണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു നെയ്ച്ചോറ് വെക്കുകയാണ്. ഒരു ചൈന പോട്ടിൽ നെയ്ച്ചോറ് വെക്കൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നല്ല സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും അതേപോലെ നമ്മൾ ഗൾഫിലുള്ളവർക്കായാലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഒരു അര ഉള്ളി അരിഞ്ഞ് അതിൽ ഒരു കറാമ്പൂവും ഒരു ഏലക്കായ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നുണ്ട് തിളപ്പിച്ചെടുക്കുക. പട്ട വേണമെങ്കിൽ ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം വെക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് നമ്മൾ സാധാരണ വെക്കൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്കിത് വെക്കേണ്ടത്. അപ്പോൾ ഇന്ന് നല്ല ചോറ് റെഡി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ കുക്കർ നല്ല വിസിൽ വരുന്നുണ്ട്. ഇത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് തിളച്ച് വന്ന് ഞാൻ അതിൻ്റെ ഉള്ളരി പൊട്ടുകയെന്ന് പറയില്ല, ഉള്ളരി കടിക്കാത്ത രംഗാവുന്നത് വരെ ചെറിയ തീയിലിട്ടുകാണ്ട് ഗ്യാസ് അടുപ്പുമ്പോൾ തന്നെ വെച്ചു. അതിന് ശേഷം ഞാൻ ചൈന പോട്ടിക്ക് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ചൈന പോട്ടിക്ക് ഇറക്കി കൊടുത്ത് നല്ല കൊണ്ട് അടച്ച് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുപ്പും ഇതൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയതിൻ്റെ ശേഷം നല്ല വൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ തുടച്ച് നന്നാക്കുമ്പോൾ പിന്നെ ഇത് ഞാൻ ഗ്ലാസ് ഇടിച്ചതാണ്. ഗ്ലാസിൻ്റെ ഇതേമേൽ ആദ്യം ഇരുമ്പിൻ്റെ അതായിരുന്നു. അപ്പോൾ അത് മാറ്റിക്കാണ്ട് ഇത് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ എനിക്ക് പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കൊണ്ട് വൃത്തിയാക്കണം. പക്ഷെ ഇനി പപ്പടം പൊരിക്കാനും പിന്നെ കടുവറക്കാനൊക്കെ ഉണ്ട്. എങ്കിലും എനിക്കത് വൃത്തിയായി കാണുന്നതാണ് ഇഷ്ടം. ഇതാണ് പിന്നെ ഇന്നലെ രാത്രി അയക്കറ കൊടുന്ന് ഇന്നക്കൊക്കെ കറി വെച്ചതായിരുന്നു, അയക്കറൻ്റെ കറി. ഇത് മീനിൻ്റെ കായ ഉണ്ടായിരുന്നു. ആ കായത്തിൽ കറി വെച്ചതാണ്, വൈതളങ്ങിയൊക്കെ കൂടി ഇട്ടുകാണ്ട്. അപ്പോൾ ഈ കറി രാവിലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അയക്കറൻ്റെ കറി രാത്രി ഇമ്മ വെച്ചതാണ്. പിന്നെ ഇത് മീനിൻ്റെ കായ എന്ന് പറഞ്ഞാൽ അയിലപ്പാരിയും അയക്കറിയും വേറെ വേറെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ കായ മിക്സ് ചെയ്ത് കണ്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ നൂൽപുട്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ തേങ്ങാപ്പാൽ നൂൽപുട്ട് കറി എടുത്തു. രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ അത് മിക്സ് ചെയ്ത് കണ്ട് കൊടുത്തതാണ്. അപ്പോൾ അതിക്ക് ഞാൻ 3-4 വൈതളങ്ങി കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പറഞ്ഞോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇമ്മക്ക് ഒരുവിധം ഒന്നും പറ്റാത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ കറി നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷേ മീൻ വറ്റിക്കാതെ എനിക്കിഷ്ടമില്ല. അപ്പോൾ എപ്പോഴും മീൻ വറ്റിക്കണോണ്ട് ഇങ്ങനത്തെ കറി എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിന് ഒരു ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണിത്. ഞാൻ ഒന്നുകൊണ്ട് വെള്ളം എടുക്കുക കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതാ നമ്മളെ തലച്ചോറും നല്ലോണം മുരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കണ നേരത്ത് പക്ഷേ എണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് ഉമ്മ എണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിവാഹ. അപ്പോൾ വണ്ടിയിലെ മുരിങ്ങൻ്റെ ഇലയും റെഡിയാക്കിയിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇലക്ക് ഇപ്പോൾ ഞാൻ ഒരു തരികട കാട്ടിയിട്ടുണ്ട്. ചീരുള്ളിയാണ് നമ്മൾക്ക് ശരിക്കിടേണ്ടത്. ചീരുള്ളിയും വെളുത്തുള്ളിയും ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു വല്യുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അത് അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. എപ്പോഴും ചീരുള്ളിയും വെളുത്തുള്ളി ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. ഇനി പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മളെ കർമ്മത്തി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ പപ്പടം കേട്ടോ. പണ്ട് നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഇവിടെ ഇല്ല, പിന്നെ ഓണൊക്കെ ആകുമ്പോൾ നമുക്ക് പപ്പടവും ഇതൊക്കെ കൊടുന്ന് തരും കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് പിന്നെ അവരും തരലില്ലായിരുന്നു. അവർ പിന്നെ വെച്ചാൽ നമുക്ക് ബേക്കറി ഐറ്റംസാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എല്ലാവരും കൊടുക്കൽ. അപ്പോൾ ഞങ്ങൾ അന്ന് നടു മുറിച്ചുകാണ്ട് ഞാൻ അന്ന് പൊരിച്ചെടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ കർമ്മത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ചെടുത്ത്. അപ്പോൾ ഇതാണിന്ന് നമ്മളെ ഭക്ഷണങ്ങൾ കേട്ടോ. അപ്പോൾ തലച്ചോറ് ഞാൻ വേറെ ചട്ടിക്ക് വെച്ചാൽ കടു വറുത്തതിൻ്റെ ശേഷം ആ ചട്ടിക്ക് ഇട്ട് കൊടുത്തേക്കാണ്. കാരണം വെച്ചാൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഈ നെയ്ച്ചോറ് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉള്ളരി വേവുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ ചൈനാപ്പോട്ടൊക്കെ ഇറക്കി കൊടുത്താൽ മതി. ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളവും വേണം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്തണേ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും എൻ്റെ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, റെസിപ്പി കണ്ടിട്ടുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. ഇപ്പോൾ ഒരുവിധം വീഡിയോകൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിക്കലുണ്ട്. ആദ്യം ഇതേമായിട്ട് ഇമെയിൽ ലൈഫ് പോലെയല്ലേ വിചാരിച്ച് ജസ്റ്റ് കാണിക്കലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് കമൻറ്റിൽ പറഞ്ഞു നിങ്ങൾ ക്ലിയർ ആവണില്ല, എല്ലാം ക്ലിയറായി കാണിക്കണില്ല എന്ന്. അപ്പോൾ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.